എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കൂടെ വായിച്ച് വിക്ടേഴ്സ് ചാനൽ കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. എന്നു പറയുന്നത് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ചാർജസ്, തേയ്മാന ചിലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഒരിക്കൽ കൂടെ ഒരു പുതിയ ടേം ആയതുകൊണ്ട്, പുതിയൊരു പദമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരിക്കൽ കൂടെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ? ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു കണ്ടിന്യൂസ് യൂസ്, എക്സ്പയറി ഓഫ് ടൈം ആൻഡ് ഒബ്സൊളസൻസ്. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു അസറ്റിന്റെ, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മുതൽ മുടക്കുള്ളതും ദീർഘകാല വിനിയോഗത്തിനുമായിട്ടുള്ള വസ്തുക്കളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അസറ്റുകൾ അല്ലെങ്കിൽ ആസ്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉൽപാദന പ്രക്രിയയിൽ പ്രധാനമായിട്ട് വരുന്ന ഏതൊക്കെയാണ് ആസ്തികൾ എന്ന് പറയുന്നത്? മെഷീനറികള്, പ്ലാന്റുകള്, ഫർണിച്ചർ, അതുപോലെ തന്നെ ഫിക്ചേഴ്സ്, ബിൽഡിങ്, ഇതെല്ലാം ഏതിന് ഉദാഹരണങ്ങളാണ്? ഫിക്സഡ് അസറ്റുകൾക്ക് അല്ലെങ്കിൽ അസറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇവയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വകാല പീരീഡിൽ, ഷോർട്ട് പീരീഡ് അല്ല, ലോങ് പീരീഡ് യൂസ് ചെയ്യുന്നത്, മോർ ദാൻ 1 year യൂസ് ചെയ്യുന്ന ഈ വസ്തുവകകളാണ് എന്ന് പറയുന്നത് അസറ്റ് അല്ലെങ്കിൽ ആസ്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഈ നേരത്തെ പറഞ്ഞ അസറ്റുകളുടെ മൂല്യത്തിലുണ്ടാകുന്ന ഡിക്രീസ് അല്ലെങ്കിൽ കുറവ് തന്നല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഡ്യൂ ടു കണ്ടിന്യൂസ് യൂസ്, തുടർച്ചയായ ഉപയോഗം, വിയർ ആൻഡ് ടിയർ തന്നല്ലോ. തുടർച്ചയായ ഉപയോഗം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് യൂസിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിലോ എക്സ്പയറി ഓഫ് ടൈം, കാലപ്പഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒബ്സൊളസൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആർക്കുണ്ടാകുന്ന കുറവ്, ഒരു അസറ്റിന്റെ വാല്യൂവിനുണ്ടാകുന്ന ഡിക്രീസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് തന്നല്ലോ. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഇൻകേർഡ് ടു റെമഡി തന്നല്ലോ. എന്തിന് ഉള്ള കോസ്റ്റ് ആണ്? അല്ലെങ്കിൽ എന്തിനുണ്ടാവുന്ന ചെലവാണ്? എന്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചെലവാണ്? ഈ എക്സ്പയറി ഓഫ് ടൈമിലൂടെ ഉണ്ടാകുന്ന ഒരു അസറ്റിന് ഉണ്ടാകുന്ന ആ വിലയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കണ്ടിന്യൂസ് യൂസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വിയർ ആൻഡ് ടിയറിൽ ഉണ്ടാകുന്ന, അതുപോലെ തന്നെ ഒബ്സർവൻസിനുണ്ടാകുന്ന അതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു വിലയിലുണ്ടാകുന്ന ആ ഒരു കുറവ് തന്നല്ലോ. അപ്പൊ ആ വില പരിഹരിക്കുന്നതിന്, ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന കോസ്റ്റ് തന്നല്ലോ, അതിനെയാണ് വിളിക്കുന്നത് ഡിപ്രീസിയേഷൻ ചാർജസ് എന്ന് നമ്മൾ വിളിക്കുന്നത് തന്നല്ലോ. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും ഒരിക്കൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂടെ പുതിയൊരു ടേം ആയതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ എന്തെല്ലാം കാരണങ്ങളുണ്ട്? വാട്ട് ആർ ദ മെയിൻ കാസസ് ഓഫ് ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനത്തിന് അല്ലെങ്കിൽ തേയ്മാന ചിലവിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ, റീസൺസ്, കാസസ് തന്നല്ലോ എന്തെല്ലാമാണ്? ആദ്യമേ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു വിയർ ആൻഡ് ടിയർ അല്ലെ? വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് യൂസേജ് അല്ലേ? കോൺസ്റ്റന്റ് യൂസേജ് അല്ലേ? നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഉപകരണം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എന്ത് സംഭവിക്കും? വിയർ ആൻഡ് ടിയർ സംഭവിക്കും അല്ലേ? തേയ്മാനം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും തന്നല്ലോ. അത് എന്തിനു കാരണമാണ്? തുടർച്ചയായിട്ടുള്ള ഒരു അസറ്റിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപാദനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മെഷീനറി നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പല പല പാർട്സുകൾ ഉണ്ടായിരിക്കും ആ മെഷീൻ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ മെഷീന്റെ ആ പാർട്സുകൾക്ക് എന്ത് സംഭവിക്കും? തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? തേയ്മാനം സംഭവിക്കും തന്നല്ലോ. എന്ന് പറഞ്ഞാൽ വിയർ ആൻഡ് ടിയർ, ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് യൂസേജ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് യൂസേജിലൂടെ ഉണ്ടാകുന്ന ഒരു റീസൺ ആണ്. അടുത്തത് രണ്ടെന്ന് പറയുന്നത് എക്സ്പയറി ഓഫ് ടൈം തന്നല്ലോ. എക്സ്പയറി ഓഫ് ടൈം, ദാറ്റ് മീൻസ് എക്സ്പയറി ഓഫ് പർട്ടിക്കുലർ പീരിയഡ് തന്നല്ലോ. എന്ത് സംഭവിക്കുകയാണ്? നിശ്ചിത കാലം കഴിയുന്തോറും എന്ത് ചെയ്യുന്നു, ഓരോന്നിന്റെയും വില കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തന്നല്ലോ. അത് അടുത്ത റീസൺ. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഒബ്സൊളസൻസ് ആണ്. എന്താണ് ഒബ്സൊളസൻസ് എന്ന് പറഞ്ഞാൽ? ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു ന്യൂ ഇൻവെൻഷൻ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ഒരെണ്ണത്തിന്റെ വില, ഒരു അസറ്റിന്റെ വില അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ വില എന്ത് ചെയ്യാണ്? കുറയുകയാണ്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാം മൊബൈൽ ഫോണുകൾ അല്ലെ? പണ്ടത്തെ മൊബൈൽ ഫോൺ എങ്ങനെയായിരുന്നു? ടച്ച് മൊബൈലായിരുന്നു? അല്ല,
തന്നല്ലോ. അപ്പം നേരത്തെ എന്തായിരുന്നു, കീപാഡ് ഉള്ള മൊബൈൽ ഫോണുകളായിരുന്നു. അത് പഴയതാണ്, പഴയ മോഡലാണ്. പിന്നെ ഇപ്പം എന്തോന്നു, പുതിയ മോഡൽ എന്താണ്, ടച്ച് മൊബൈൽ വന്നു തന്നല്ലോ. നമുക്ക് തൊട്ടാ മതി അങ്ങനെയുള്ള മൊബൈൽ. അപ്പം പുതിയ കണ്ടുപിടുത്തമാണ്, പുതിയ പുതിയ ഇന്നവേഷൻസ് ആണ്, കണ്ടുപിടുത്തം. അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കുന്നു, പഴയ ടച്ച് മൊബൈലിന് അല്ലെങ്കിൽ പുതിയ ടച്ച് മൊബൈലിനേക്കാൾ വില കുറവായിരിക്കുകയെന്ന് പറയുന്നത് പഴയ നമ്മുടെ കീ പാഡുള്ള മൊബൈൽ അല്ലേ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു. അതുപോലെ കമ്പ്യൂട്ടറുകൾ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്, കീബോർഡ് ഇല്ലാത്ത ടച്ച് കമ്പ്യൂട്ടറുകൾ വരുന്നുണ്ട്. അപ്പോൾ കീബോർഡുള്ള കമ്പ്യൂട്ടറിന് എന്ത് സംഭവിക്കുന്നു, വില കുറയുന്നു അല്ലേ. ഏതിന് വില, നല്ല വിലയുണ്ടാവും, ടച്ച് സ്ക്രീനുള്ള കമ്പ്യൂട്ടറുകൾക്ക് വിലയുണ്ടാവും. അപ്പോൾ അത് ഉദാഹരണമാണ് എന്ന് പറയുന്നത് ഒബ്സൊളസൻസ്. ഒബ്സൊളസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാലഹരണപ്പെടൽ. കാലഹരണപ്പെടൽ എന്ന് പറയുമ്പോൾ എന്താണ്, ലോസ് ഓഫ് വാല്യൂ അല്ലെ. അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ, ന്യൂ ഇൻവെൻഷന്റെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിപ്ലീഷൻ ആണ്. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷയം സംഭവിക്കുക അല്ലെങ്കിൽ അതിന്റെ മൂല്യം കുറയുക തന്നല്ലോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്ന അസറ്റുകളെ, കണ്ടിന്യൂസ് എക്സാഷൻ, തുടർച്ചയായിട്ട് എന്താണ്, ഖനനങ്ങളോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വിനിയോഗം നടത്തുന്ന അടിസ്ഥാനത്തിൽ എന്ത് സംഭവിക്കും, അസറ്റുകളുടെ വില. ഉദാഹരണമായിട്ട് എന്താണ്, പാറ മട അല്ലെങ്കിൽ കോറികൾ അല്ലെ, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ മൈനുകൾ തന്നല്ലോ. അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്, തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഖനനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നല്ലോ അതിന്റെ എന്താണ്, ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു, കുറയും തന്നല്ലോ, അതിന് ക്ഷയം സംഭവിക്കും. അപ്പൊ അത്രത്തോളം അതിന്റെ എന്ത് സംഭവിക്കും, വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ എന്താണ്, നോൺ യൂസ്. നോൺ യൂസ് എന്ന് പറയുന്നത് ഉപയോഗിക്കാതിരിക്കുക. നമ്മളൊരു വസ്തു മേടിച്ചു വെച്ചിരിക്കുകയാണ്, പുതിയതായിട്ട് മേടിച്ചാണ്, 5 കൊല്ലത്തിന് മുമ്പ് മേടിച്ചു വെച്ച ഒരു പുതിയൊരു വസ്തുവാണ് തന്നല്ലോ. ആ വസ്തു നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപയോഗിക്കാണ്ട് വെച്ചുകൊണ്ടിരുന്നാലും എന്ത് സംഭവിക്കുന്നു, അതിന് ഐഡിൽ ആയിട്ട് അവിടെ ഇരുന്നാലും അതിനെന്ത് സംഭവിക്കുകയാണ്, വില ഇല്ലാതാവുകയാണ്, വില കുറയുകയാണ് തന്നല്ലോ. ഇതെല്ലാം ആരുടെ റീസൺ ആണ്, ഡിപ്രീസിയേഷന്റെ റീസൺസ് അല്ലെങ്കിൽ കാസസ് ആണ്. അപ്പോൾ എന്താണ് കാസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് യൂസേജ് ആണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പയറി ഓഫ് ടൈം ആണ്. എക്സ്പയറി ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഏതാണ്, എക്സ്പയറി ഓഫ് പർട്ടിക്കുലർ പീരീഡ് ആണ്. നെക്സ്റ്റ് ഏതാണ്, ഒബ്സൊളസൻസ് ആണ്. ഒബ്സൊളസൻസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാല്യൂ ഡ്യൂ ടു ന്യൂ ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ന്യൂ പ്രൊഡക്ട്സ്. പിന്നെ ഏതാണ് പറയുന്നത്, ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ ആരെയാണ് സംബന്ധിച്ചിടത്തോളം കൂടുതൽ വരുന്നത്, മൈൻ അല്ലെങ്കിൽ കോറീസ് എന്താണ്, കണ്ടിന്യൂസ് എന്താണ്, എക്സോസ്റ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നോൺ യൂസ് അല്ലെ, എന്താണ്, നമ്മളത് ഉപയോഗിക്കാതെ ഇരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതാണ് ഒരു ആക്സിഡന്റ് അല്ലെ. ഒരു ആക്സിഡന്റ് സംഭവിച്ച ഒരു വെഹിക്കിൾ നമ്മൾ വിൽക്കുകയാണെങ്കിൽ അതിന് നല്ല വില കിട്ടും, ഒരിക്കലും ഇല്ല. ആക്സിഡന്റ് എന്നത് റീസണായിട്ട് മാറുകയാണ് അതിന്റെ വില കുറയുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ അതും എന്താണ്, ഡിപ്രീസിയേഷന് കാരണമാകുന്ന ഫാക്റ്റാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ പറഞ്ഞു തന്നല്ലോ. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞു തന്നല്ലോ. പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, നാഷണൽ ഇൻകത്തിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു, പെർ ക്യാപിറ്റ ഇൻകം കിട്ടുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ആവറേജ് ആണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ. ഏതിന്റെ ആവറേജ്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ഇസ് ദ ആവറേജ് ഇൻകം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ എ കൺട്രി തന്നല്ലോ. ഒരു രാജ്യത്തെ ഒരു വ്യക്തിയുടെ എന്താണ് ആവറേജ് ഇൻകം അല്ലെങ്കിൽ ഏകദേശ വരുമാനമാണ് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഈ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു, നാഷണൽ ഇൻകത്തിനെ എന്ത് ചെയ്തു, ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ എന്താണ് യൂസേജ് അല്ലെങ്കിൽ വൈ ഡു വി കാൽക്കുലേറ്റ് പെർ ക്യാപിറ്റ ഇൻകം, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർ ക്യാപിറ്റ ഇൻകം കണക്ക് കൂട്ടുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പ്രാധാന്യം എന്നതിന് വേണ്ടി. അപ്പോൾ 2-3 പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഒന്നെന്ന് പറയുന്നത് ടു അസസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി പീപ്പിൾ ഇൻ എ കൺട്രി. ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം നമുക്ക് എന്ത് ചെയ്യാം, ഏതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും, പെർ ക്യാപിറ്റ, രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും തന്നല്ലോ. അപ്പോൾ ആവറേജ് ഇൻകം എന്ത് ചെയ്യാണ്, കൂടുകയാണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യും, അവരുടെ സ്പെൻഡിങ് മെന്റാലിറ്റി കൂടും അല്ലേ. വരുമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചെലവഴിക്കാനുള്ള സാധ്യതയും കൂടും തന്നല്ലോ. അപ്പൊ സേവ് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടിൽ, ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സേവ് ചെയ്യുന്നുണ്ട് തന്നല്ലോ. പക്ഷേ ആ സേവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവരുടെ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എന്ത് ചെയ്യും, കൂടും, അവരുടെ ജീവിത നിലവാരം.
നേരത്തെ 10 രൂപ വരുമാനമുള്ള ഒരു വ്യക്തി ചെലവഴിക്കുന്നത് ആ വ്യക്തിക്ക് 100 രൂപ വരുമാനമുള്ളപ്പോൾ ചെലവഴിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. 10 രൂപ വരുമാനമുള്ള സമയത്ത് 10 രൂപ വരെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം 100 രൂപയാണെന്ന് അയാളുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യുന്നത് ഏതുവരെയാകാം, 100 രൂപ വരെ ആവാം. അപ്പോൾ എന്ത് കൂടുകയാണ്, അയാളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടുകയാണ് അല്ലേ. അപ്പോൾ അയാളുടെ എന്താണ്, നേരത്തെ 2 രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം അതിന്റെ ക്വാളിറ്റി കുറവായിരിക്കും. ആ സാധനം ആ വ്യക്തി എന്ത് ചെയ്യാം, 20 രൂപയ്ക്ക് മേടിക്കാം. ഏത് സമയത്ത്, അയാളുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയാവുകയാണെങ്കിൽ 100 രൂപയാണെങ്കിൽ തന്നെയല്ലോ. അപ്പോൾ എന്താണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ജീവിത നിലവാരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അസസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഏതിന്റെ അടിസ്ഥാനത്തിലാണ്, പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു നോ ദ എക്കണോമിക് പൊസിഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് എ കൺട്രി. ഓരോ രാജ്യങ്ങളുടെയും തന്നെയല്ലോ എക്കണോമിക് പൊസിഷൻ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ, അതുപോലെ തന്നെ എന്താണ് ഗ്രോത്ത് തന്നെയല്ലോ സാമ്പത്തികമായിട്ടുള്ള വളർച്ച, ഇവയെല്ലാം നമുക്ക് ഏതിലൂടെ താരതമ്യം ചെയ്തെടുക്കാൻ കഴിയും, ഈ പെർ ക്യാപിറ്റ ഇൻകം. അതിന് എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ എന്താണ്, ടു കമ്പയർ ഇറ്റ് വിത്ത് അതർ കൺട്രീസ്. ഇപ്പം നമ്മുടെ ഒരു രാജ്യത്തിന്റെ എന്താണ് പെർ ക്യാപിറ്റ ഇൻകവും മറ്റൊരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകവും നമുക്ക് താരതമ്യം ചെയ്യാം. അതനുസരിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം, സാമ്പത്തിക അവസ്ഥ, സാമ്പത്തിക പുരോഗതി, ഇവയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ വൈ ഡു വി കാൽക്കുലേറ്റ് പെർ ക്യാപിറ്റ ഇൻകം? 3 പോയിന്റുകളാണ്. ടു അസസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദ പീപ്പിൾ ഇൻ എ കൺട്രി, ടു നോ the economic position and growth of a country, to compare it with other countries. ഇതാണ് ആരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാൽക്കുലേഷന്റെ മെയിൻ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യമല്ല, നമ്മളെന്താണ് പുതുതായിട്ടല്ല 8ാം ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചതായിരിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കൽ കൂടുതൽ ഡിസ്കസ് ചെയ്യണം എന്താണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെയല്ലോ. മെയിൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഓർ ഓൺട്രപ്രണർഷിപ്പ് തന്നെയല്ലോ. ഏതൊക്കെയാണ്, ലാൻഡ്, അതുപോലെ തന്നെ ലേബർ, അടുത്തേതാണ് ക്യാപിറ്റൽ, അടുത്തേതാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്ത് പറയാം, ഓൺട്രപ്രണർഷിപ്പ് തന്നെയല്ലോ. അപ്പൊ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളാണ് നിലവിലുള്ളത്. അപ്പോ എന്താണ് നമ്മുടെ എന്താണ് ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെയല്ലോ. ഇത് ആര് തന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്, ഇത് ക്ലാസിക്കൽ മോഡേൺ കൺസെപ്റ്റ് അല്ല നമ്മൾ ഈ പറയുന്നത്. ഇതെന്താണ്, ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആര് സജസ്റ്റ് ചെയ്തതാണ്, ആഡം സ്മിത്ത്. അറിയാലോ, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് എന്ന് പറയുന്നത് ലാൻഡ്, അതുപോലെ തന്നെ ലേബർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഏതാണ് പറയുന്നത് ഓർഗനൈസേഷൻ. ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഭൂമിയാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ വെറും ഭൂമി മാത്രമല്ല തന്നെയല്ലോ. പിന്നെ ഏതാണ് ലേബർ. ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്, തൊഴിലാളികളാണ് അല്ലെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മൂലധനമാണ് അല്ലെ. പിന്നെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സംഘാടനമാണ്. ആ വ്യക്തിയെ വിളിക്കുന്ന പേര് ഓർഗനൈസർ, സംഘാടകൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർ തന്നെയല്ലോ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 4 ഘടകങ്ങൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം തന്നെയല്ലോ. എന്താണ് എന്ന് പറയുന്നത് ലാൻഡ് എന്ന് പറഞ്ഞാൽ, എന്താണ് ലേബർ എന്ന് പറഞ്ഞാൽ, എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് ആരുടെ കൺസെപ്റ്റാണ്, ആഡം സ്മിത്തിന്റെ കൺസെപ്റ്റാണ്. എന്ത് കൺസെപ്റ്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ക്ലാസിക്കൽ ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് ലാൻഡ്, അല്ലെങ്കിൽ നമുക്കെന്ന് വിളിക്കാം നാച്ചുറലി ഒക്കറിങ് ഗുഡ്സ് തന്നെയല്ലോ, ലൈക്ക് വാട്ടർ, എയർ, സോയിൽ, മിനറൽ, ഫ്ലോറ, ഫോണ, ക്ലൈമാറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് പ്രൊഡക്റ്റ് തന്നെയല്ലോ. അപ്പൊ ലാൻഡ് എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു എന്താണ് തറ മാത്രമല്ല, ആ ഒരു ഭൂമി മാത്രമല്ല, ഏതെല്ലാം അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്, പ്രകൃത്യാലുള്ള സാധനങ്ങൾ. പ്രകൃത്യാലുള്ള സാധനങ്ങൾ എന്തൊക്കെ വരാം, ജലം അല്ലെ, അതുപോലെ എന്താണ് മണ്ണ്, അതുപോലെ എന്താണ് ധാതുക്കൾ അല്ലെ, പിന്നെ ഏതാണ് കാലാവസ്ഥ, പിന്നെ ഏതാണ് ജൈവ ജാലങ്ങൾ അതല്ലേ, എന്തൊക്കെ ജീവികളായാലും അതുപോലെ തന്നെ സസ്യ
ജന്തുക്കളായാലും ശരി എല്ലാവരും തന്നല്ലോ, ഫ്ലോറായും അതുപോലെ തന്നെ ഫോണായും. അപ്പം ഇതെല്ലാം ചേരുന്നതാണ് എന്ന് പറയുന്നത് ലാൻഡ് അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ഫസ്റ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് എന്താണ് ഒരുപാടുണ്ട് തന്നല്ലോ. അതിന് വിളിക്കുന്ന പേര് എന്താണ്? റെന്റ് അല്ലെങ്കിൽ വാടക അല്ലെങ്കിൽ പാട്ടം എന്നൊക്കെ പറയും തന്നല്ലോ. ലീസാണ് യഥാർത്ഥത്തിൽ പാട്ടം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ഒരു കാർഷിക ആവശ്യത്തിന് വേണ്ടി ഒരു ഭൂമി എന്താണ് എ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്, കാർഷിക ആവശ്യത്തിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് എ എന്ന് പറയുന്ന വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ഞാൻ എന്ത് കൊടുക്കണം? അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിഫലം നൽകണം തന്നല്ലോ, റിവാർഡ് കൊടുക്കണം. ആ റിവാർഡിനെ വിളിക്കുന്ന പേരാണ് വിളിക്കുന്നത് റെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ലേബർ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് അറിയണം? ഫാക്ടറി എന്താണ് ഫാക്ടറി എന്ന് പറയുന്നത്? ഫാക്ടറി ഈസ് എ പ്ലേസ് വെയർ പ്രൊഡക്ഷൻ ഈസ് പെർഫോം തന്നല്ലോ. ഇപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ഉൽപാദനം നടത്തുന്ന ആ ഒരു സ്ഥലം തന്നല്ലോ, ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഫാക്ടറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉൽപാദനം നടത്തുന്ന ആ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടാകും? ഫാക്ടറിയിൽ ഒരുപാട് പ്ലാന്റ് കാണും അല്ലെ, മെഷീനറി കാണും, അതുപോലെ തന്നെ ജോലിക്കാർ കാണും അല്ലെ, ലേബേഴ്സ് കാണും, തൊഴിലാളികൾ കാണും. ഇപ്പൊ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കുന്നത്? ലേബേഴ്സ് എന്ന് വിളിക്കുന്നത്, തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് ഫാക്ടറിയിൽ. അപ്പൊ എന്താണ് ഫാക്ടറി? ഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൽപാദനം നടക്കുന്ന സ്ഥലം തന്നല്ലോ, അതിനെയാണ് വിളിച്ചത് ഫാക്ടറി. ആ ഫാക്ടറിയിൽ എന്തൊക്കെ ഉണ്ട്? നേരത്തെ പറഞ്ഞ ക്യാപിറ്റലായിട്ടുള്ള ഏതൊക്കെ ഉണ്ട്? പ്ലാന്റ് ഉണ്ട്, മെഷീനറി ഉണ്ട്, ഫർണിച്ചർ, ഫിക്ചേഴ്സ്, അങ്ങനെയുള്ള പലതും അവിടെ കാണും തന്നല്ലോ. അതിന്റെ കൂടെ ആരും അവിടെ ഉണ്ട്? ലേബേഴ്സ് ഉണ്ട്. ഈ ലേബേഴ്സ് നമുക്ക് കൊടുക്കുന്ന പ്രതിഫലം തന്നല്ലോ, ആ പ്രതിഫലമാണ് എന്ന് പറയുന്നത് വേജസ്, കൂലി എന്ന് വിളിക്കും. അപ്പൊ എന്താണ്? ശമ്പളവും കൂലിയും തമ്മിൽ, സാലറിയും വേജസും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂലിയാണ്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ശമ്പളമാണ്. വേജസ് എവിടെയാണ് കൊടുക്കുന്നത്? ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുന്നതാണ് എന്ന് പറയുന്നത് വേജസ്. അപ്പൊ സാലറി ആർക്കാണ് കൊടുക്കുന്നത്? ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുന്നതാണ് എന്ന് പറയുന്നത് സാലറി അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയുന്നത്. അപ്പൊ കൂലിയും ശമ്പളവും തന്നല്ലോ. ശമ്പളം ആർക്കാണ് കൊടുക്കുന്നത്? ഓഫീസിൽ ജോലി ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് നടത്തുന്ന ആൾക്കാർക്ക് നൽകുന്ന എന്താണ്? റെമ്യൂണറേഷൻ ആണ് എന്ന് പറയുന്നത് സാലറി. വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണ് എന്ന് പറയുന്നത് വേജസ്. ഫാക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം അല്ലെ, ഉൽപാദനം നടത്തുന്ന സ്ഥലം, അതിനെയാണ് വിളിക്കുന്നത് ഫാക്ടറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലേബർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ എഫർട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ തന്നല്ലോ, വിച്ച് ആൾസോ ഇൻക്ലൂഡ്സ് ടെക്നിക്കൽ, മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ മെന്റൽ എക്സ്പെർട്ടൈസ്. അപ്പൊ എന്തൊക്കെ ഉപയോഗിക്കാം? ടെക്നിക്കലായിട്ടുള്ള അല്ലെ, സാങ്കേതികപരമായിട്ട് എന്ത് ചെയ്യാണ് അവർ എഫർട്ട് യൂസ്, അതായത് മാനുഷികപരമായിട്ട് അവരുടെ എന്താണ് എഫർട്ട് യൂസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്? മാർക്കറ്റിങ്ങിന് അവർ എന്താണ് എഫർട്ട് യൂസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവരുടെ മെന്റൽ എഫർട്ട്, മാനസികമായിട്ടുള്ള കഴിവുകൾ എന്ത് ചെയ്യാണ്? ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്? പ്രൊഡക്ഷന് വേണ്ടിയിട്ട് തന്നല്ലോ. അങ്ങനെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പേര് വ്യക്തികളാണ് കേട്ടോ. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് ലേബർ എന്ന് വിളിക്കുന്നത്. ഇത് ഹ്യൂമൻ എഫർട്ടാണ് തന്നല്ലോ. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? ഹ്യൂമൻ എഫർട്ട് ഇൻ പ്രൊഡക്ഷൻ അല്ലെ, പ്രൊഡക്ഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഏതെല്ലാം രീതിയിലാകാം അത്? ഫിസിക്കലി ആകാം, മെന്റലി ആകാം, അല്ലെങ്കിൽ എന്താകാം? ടെക്നിക്കലി ആകാം, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വൈസ് ആകാം തന്നല്ലോ. So the payment for someone else labor and all income received from one's own labor is wages. അപ്പോൾ വേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തൊഴിലാളിക്ക് കൊടുക്കുന്ന പ്രതിഫലം തന്നല്ലോ, ലേബറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്? വേജസ് അല്ലെങ്കിൽ കൂലിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ പ്രൊഡക്ഷനിൽ ഏതൊക്കെ രീതിയിലൊക്കെ വരാം? അവരുടെ ഫിസിക്കലായിട്ട് വരാം, അതുപോലെ തന്നെ മെന്റലായിട്ട് വരാം, ടെക്നിക്കലായിട്ട് വരാം, മാർക്കറ്റിംഗ് ആയിട്ട് വരാം. ഏത് രീതിയിലായാലും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അതെന്താണ്? വേജസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ. അപ്പോൾ ഒന്നാമത്തെ ഘടകം നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണ്? ലാൻഡ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണ്? ലേബർ നമ്മൾ പറഞ്ഞു. അടുത്ത മൂന്നാമത്തെ ഫാക്ടേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം തന്നല്ലോ. ഇപ്പൊ മൂലധനം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം. ഒന്നെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ ഉൽപാദനത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്? ക്യാപിറ്റലാണ്. പിന്നെ എന്താണ്? പൈസ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പണം തന്നല്ലോ, അതും എന്താണ്? ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നെന്ന് പറയുന്നതാണ് മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാൻ മെയ്ഡ് അസറ്റ്സുകൾ തന്നല്ലോ, പ്ലസ് പിന്നെ ഏതാണ്? ക്യാഷ്, ലിക്വിഡ് ക്യാഷ് അല്ലെ,
പണം, അതും എന്താണ്? ക്യാപിറ്റലാണ്. ഇപ്പൊ ഹ്യൂമൻ മെയ്ഡ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ്, ദീസ് ഇൻക്ലൂഡ്സ് മെഷീനറി, ടൂൾസ്, ബിൽഡിങ് എക്സെട്ര. തന്നല്ലോ. അപ്പോൾ ഏതൊക്കെയാകാം? മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? വസ്തുക്കൾ തന്നല്ലോ. അവയെല്ലാം എന്താണ്? ക്യാപിറ്റലാണ്, മൂലധനമാണ്. അതിൽ ഏതും ഉൾപ്പെടുന്നു? പണം അല്ലെങ്കിൽ ക്യാഷും ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇപ്പോൾ 2 ടൈപ്പാണ് നമുക്ക് ഈ ക്യാപിറ്റൽ ഉള്ളത്. ഏതൊക്കെയെന്ന് പറയുന്നത്? ഫിക്സഡ്, അതുപോലെ തന്നെ വർക്കിംഗ്. ഇപ്പൊ 2 രീതിയിൽ നമുക്ക് തന്നെ തരംതിരിക്കാം. 2 types of capital is there. First one is fixed capital, another one is working capital. തന്നല്ലോ. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എന്താണ്? ദീർഘകാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? മോർ ദാൻ 1 ഇയറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേസമയം എന്താണ്? ലിക്വിഡ് ക്യാഷ് ഓഫ് മണി എന്ന് പറയുന്നത് ഏതാണ്? അല്ലെങ്കിൽ റാ മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ 2ആയിട്ട് തന്നെ കൺസിഡർ എന്താണ്? ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ, അനദർ വൺ ഈസ് വർക്കിംഗ്. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഒരു പ്രാവശ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്ത് വേണ്ടി? ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്താണ്? ഫിക്സഡ് ക്യാപിറ്റലാണ്. അതിന് എക്സാമ്പിൾ ഏതാണ്? മെഷീനറികൾ, ടൂൾസുകൾ, അതെല്ലാം അതിന് എക്സാമ്പിളാണ് അല്ലേ. അതേസമയം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈം പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവയെല്ലാം എന്താണ്? വർക്കിംഗ് ക്യാപിറ്റലാണ്. അതിന് എക്സാമ്പിൾ ഏതാണ്? ക്യാഷ്, അല്ലെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന പൈസ, അല്ലെങ്കിൽ ഏതാണ്? പ്രൊഡക്ഷന് വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്ന റാ മെറ്റീരിയൽസ്, ഇവയെല്ലാം ഏതിന് എക്സാമ്പിളാണ്? വർക്കിംഗ് ക്യാപിറ്റൽ എക്സാമ്പിളാണ്. ഇനി 4ാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെ, സംഘാടനം. ഈ സംഘാടനം അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഓർഗനൈസ് ചെയ്യണേ. എന്തിനെ ഓർഗനൈസ് ചെയ്യുന്നു? നമ്മുടെ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയ ഏതൊക്കെ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അല്ലേ. അപ്പൊ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കമ്പൈൻ ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു വ്യക്തി പ്രവർത്തിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ ഓർഗനൈസർ എന്നും ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? ഓർഗനൈസേഷൻ എന്നുമാണ്. തന്നല്ലോ. അപ്പോ ഓർഗനൈസർ അല്ലെങ്കിൽ എന്റർപ്രണറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? സോ എന്റർപ്രണേഴ്സ് ഓർ ഓർഗനൈസേഴ്സ് കമ്പൈൻ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അതർ തിങ്സ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡും ലേബറും ക്യാപിറ്റലും പിന്നെ മറ്റ് ഘടകങ്ങളെയും എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്യുന്നു. എന്തിനു വേണ്ടി? ടു മേക്ക് പ്രോഫിറ്റ് അല്ലെ. എന്തുണ്ടാക്കുന്നതിന് വേണ്ടി? ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ ഓർഗനൈസേഷന് കിട്ടുന്ന റെമ്യൂണറേഷനെ അല്ലെങ്കിൽ റിവാർഡിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രോഫിറ്റ്. ആദ്യം പറഞ്ഞു ലാൻഡിന് കൊടുക്കുന്ന റിവാർഡ് റെന്റ് അല്ലെ, ലേബറിന് കിട്ടുന്ന റിവാർഡ് വേജസ്, ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡ് ഇൻട്രസ്റ്റ് തന്നല്ലോ. അടുത്തത് ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് കിട്ടുന്ന റിവാർഡ് ഏതാണ്? പ്രോഫിറ്റ്. ഇപ്പൊ റിവാർഡുകൾ നോക്കുക അല്ലെ. ഈ റിവാർഡുകൾ ഏതെല്ലാമാണ്? അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതെല്ലാം ഒരിക്കൽ കൂടെ പറയാം. ഏതെല്ലാമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഒന്ന് ലാൻഡ്, അടുത്തത് ലേബർ, അടുത്തത് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ അല്ലെ. ഓരോന്നിന്റെയും റിവാർഡുകൾ നോക്കുക. ലാൻഡിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? റെന്റ് ആണ്. ലേബറിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? വേജസ് ആണ്. ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡ് ഏതാണ്? ഇൻട്രസ്റ്റ് ആണ്. ഓർഗനൈസേഷന് കിട്ടുന്ന റിവാർഡ് എന്താണ്? പ്രോഫിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല ഇല്ലേ. സംടൈംസ് ദർ വിൽ ബി ലോസ് അല്ലെ. ചിലപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലേക്ക് വരാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് ടോപ്പിക്കിന് വേണ്ടി നമുക്ക് വേണ്ടതാണ്. അതുകൊണ്ടാണെന്ന് ഡിസ്കസ് ചെയ്തത്. ആൾറെഡി നമ്മൾ ചിലപ്പോൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചു കാണും. പഠിക്കാത്ത കുട്ടികൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഒരിക്കൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തിനാണ് ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം? എന്തിനു വേണ്ടിയിട്ട് ആണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ നാഷണൽ ഇൻകം എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏത് രീതിയിലാണ് നമുക്കിത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? അതിന് പല മെത്തേഡുകളുണ്ട്. തന്നെ പല രീതികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The economic condition of a country is calculated on the basis of national income. അല്ലെ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി, എക്കണോമിക് കണ്ടീഷൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വന്നു കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കണക്കാക്കുന്നത്.
ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഫോർ എക്കണോമിക് പ്രോസ്പെരിറ്റി. ഇപ്പൊ സാമ്പത്തിക സമൃദ്ധി ഉണ്ടാവണമെങ്കിൽ തന്നല്ലോ, സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകണമെങ്കിൽ, എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടാകണമെങ്കിൽ, സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വർദ്ധിപ്പിച്ചേ പറ്റൂ? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം, ഉൽപാദനം വർദ്ധിപ്പിക്കണം തന്നല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു റിലേഷൻ ഉണ്ട്. ആരൊക്കെ? പ്രൊഡക്ഷൻ, ഇൻകം, എക്സ്പെൻഡിച്ചർ തന്നല്ലോ ആർ ഇന്റർ റിലേറ്റഡ്, പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് എന്ന് പറയുന്നത്. ഉൽപാദനം, വരുമാനം, അതുപോലെ തന്നെ ചെലവ് എന്നത് പറയുന്നത് ഇന്റർ റിലേറ്റഡ് ആണ്, കോ റിലേറ്റഡ് ആണ് തന്നല്ലോ. അവ തമ്മിൽ പരസ്പരം എന്താണ്? ബന്ധമുണ്ട്. ആരൊക്കെ തമ്മിൽ? പ്രൊഡക്ഷൻ, ഇൻകം, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതെന്തിന് കാരണമാകും? എക്കണോമിക് പ്രോസ്പെരിറ്റിക്ക് കാരണമാകും. ഏത്? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. When production increases, the rewards of factors for production like land, labor, capital and organization also increase. അല്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എക്കണോമിക് പ്രോസ്പെരിറ്റി കാരണമാകുന്നു എന്ന് പറഞ്ഞു. എക്കണോമിക് പ്രോസ്പെരിറ്റി കാരണമാണെങ്കിൽ ഈ പ്രൊഡക്ഷനും ഇൻകവും എക്സ്പെൻഡിച്ചറും ഇന്റർ റിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയാണ് എങ്കിൽ അല്ലെ ഏതിന് വർധനവുണ്ടാവും? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡിനും ലേബറിനും ക്യാപിറ്റലിനും എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ ഓർഗനൈസേഷനും എന്ത് സംഭവിക്കും? ഇൻക്രീസ് ഉണ്ടാകും, വർധന ഉണ്ടാകും തന്നല്ലോ. അപ്പോൾ അതിന്റെ റിവാർഡ്സുകൾ അല്ലെ. അപ്പോൾ ലാൻഡ് ഉൽപാദനം കൂടുകയാണ്. ഉൽപാദനം കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ ഉപയോഗിച്ച ലാൻഡ് മതിയാവും? ഇല്ല, വീണ്ടും എന്ത് ചെയ്യണം? അഡീഷണൽ ലാൻഡ് വേണ്ടി വരും. അപ്പൊ എന്ത് സംഭവിക്കും? നേരത്തെ കൊടുത്തിരുന്ന റെന്റിന് പകരം വീണ്ടും എന്ത് ചെയ്യണം? അഡീഷണൽ റെന്റ് കൊടുക്കേണ്ടി വരും തന്നല്ലോ. ലാൻഡിന്റെ റിവാർഡായ ഏത് ഇൻക്രീസ് ചെയ്തു? റെന്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നേരത്തെ 1000 രൂപ റെന്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? 500 രൂപയുടെ വീണ്ടും എക്സാമ്പിൾ ആയിട്ട് സപ്പോസ് 500 രൂപയുടെ എന്താണ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അയാളുടെ റെന്റ് നേരത്തെ 1000 ആയിരുന്നു, ആ റെന്റ് ഇപ്പൊ എത്രയായിട്ട് 1500 ആയിട്ട് മാറി. അപ്പൊ എന്ത് ഇൻക്രീസ് ചെയ്തു? റെന്റ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ തന്നെ റെന്റ് ഇൻക്രീസ് ചെയ്തു, പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം? വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ നേരത്തെ 100 ലേബേഴ്സ് മതിയായിരുന്നു, ആ സമയത്ത് ഇപ്പൊ 150 ലേബേഴ്സിന് യൂട്ടിലൈസ് ചെയ്യാണ്. എന്തുകൊണ്ട്? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യാണ്? ലേബേഴ്സിന് അവരുടെ എണ്ണം കൂടി, അതിലുപരി അവരുടെ വരുമാനവും കൂടെയാണ്. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് തന്നല്ലോ. അപ്പൊ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം പ്ലസ് എന്താണ്? പുതുതായിട്ട് വന്ന തൊഴിലാളികൾ അവരുടെ വരുമാനം പ്ലസ് ഇനി എന്താണ്? അധികമായിട്ട് ജോലി ചെയ്യുന്ന എന്തൊക്കെ കൊടുക്കും? ഓവർ ടൈമുകളോ അല്ലെങ്കിൽ മറ്റ് എന്താണ് പ്രതിഫലമായിട്ട് മറ്റ് രീതികളിൽ സംവിധാനം ഒരുക്കും. അപ്പൊ അവരുടെ വരുമാനം, അവരുടെ വേജ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ എന്ത് കൂടി? അടുത്ത റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അടുത്ത റിവാർഡ് ഏത് കൂടി? വേജസ് ഇൻക്രീസ് ചെയ്തു അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യും? വീണ്ടും പ്രൊഡക്ഷന് വീണ്ടും അധികമായിട്ട് പൈസ മുടക്കും. പൈസ മുടക്കുക എന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യും. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാപിറ്റലിന്റെ റെമ്യൂണറേഷനായ ഏതാണ്? ഇൻട്രസ്റ്റ് അല്ലെ. അതും എന്ത് ചെയ്യും? വർദ്ധിക്കും. അപ്പൊ ഏത് റിവാർഡുകൾ ഏതൊക്കെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്? ഒന്ന് ലാൻഡിന്റെ റിവാർഡായ ഏതാണ്? റെന്റ്. അതുപോലെ തന്നെ ലേബറിന്റെ റിവാർഡായ ഏത്? വേജസ്. അതുപോലെ തന്നെ ഏത്? ക്യാപിറ്റലിന്റെ റിവാർഡായ ഏത്? ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഉൽപാദനം കൂടുന്നു, അതിനനുസരിച്ച് കച്ചവടം കൂടുന്നു. കച്ചവടം കൂടുകയാണെങ്കിൽ ഏതും വർദ്ധിക്കുന്നു? ലാഭത്തിന്റെ അളവും വർദ്ധിക്കും. അപ്പോൾ ഓർഗനൈസേഷന് വീണ്ടും എന്ത് കിട്ടുന്നു? ലാഭം കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ ഇൻക്രീസ് ഇൻ റിവാർഡ്സ് സച്ച് ആസ് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് കൺസംഷൻ അല്ലെ. അപ്പൊ ആൾക്കാരുടെ കയ്യിൽ പൈസ വരുമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഉപഭോഗം കൂടും. ഉപഭോഗം കൂടുന്ന അവരുടെ സ്പെൻഡിങ് മെന്റാലിറ്റി കൂടും അല്ലെ. എക്സ്പെൻഡിച്ചർ കൂടും അല്ലെ. ചെലവ് കൂടും. അപ്പൊ ചെലവ് കൂടും. അതുപോലെ തന്നെ ഉൽപാദനം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇവ എന്താണ്? ഇന്റർ റിലേറ്റഡ് ആണ്. അപ്പൊ പ്രൊഡക്ഷന്റെ ഒരു ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. പ്രൊഡക്ഷൻ ഇൻക്രീസസ്. പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ എന്ത് കൂടുന്നു? ഇൻകം ഇൻക്രീസസ്. ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പിന്നെ ഏത് ഇൻക്രീസ് ചെയ്യുന്നു? എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് അല്ലെ. അപ്പൊ ഉൽപാദനം കൂടുന്നു. ഉൽപാദനം കൂടുമ്പോൾ കച്ചവടം വർദ്ധിക്കുന്നു. കച്ചവടം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു?
ഇതിൻ്റെ റിവാർഡ്സുകൾ വർദ്ധിക്കുന്നു. റിവാർഡ്സുകൾ വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം വർദ്ധിക്കുന്നു, വരുമാനം വർദ്ധിക്കുന്നു. വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് പഴയ ചിലവും എന്ത് ചെയ്യുന്നു? അത് ആനുപാതികമായിട്ട് വർദ്ധിക്കും. അങ്ങനെ ഇത് പരസ്പരം എന്ത് ചെയ്യാണ്? റിലേറ്റ് ചെയ്തെടുക്കുന്ന ആരൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഇൻകം, എക്സ്പെൻഡിച്ചർ. എന്താണ് അതിൻ്റെ റിലേഷൻ? വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ഇൻകം ഇൻക്രീസസ്, എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്. അത് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.